തായ്ലാൻഡ് വ്ലോഗിലെ ഡേ 2 ആണ് ഇന്ന്. ഓൾറെഡി ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഇന്ന് ഡേ 2 നമ്മൾ പട്ടായ ബീച്ചിലേക്കാണ് പോകുന്നത്. സ്പീഡ് ബോട്ടിലാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒന്ന് കളർ നോക്കിയേ, എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം അവിടെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഡ്രസ്സ് നനയല്ലോ എന്നോർത്തതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കിടക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ. പിന്നെ അവിടുത്തെ 1-2 ഷോപ്പിലും വെറുതെ കയറി ഇറങ്ങി അങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ നൈറ്റിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി പോണത് അൽക്കാസർ ഷോ കാണാനാണ്. തായ്ലാൻഡിൽ വന്നാൽ മസ്റ്റ് വാച്ചാണ് അൽക്കാസർ ഷോ. കാരണം അത്രയും ഭംഗിയാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഷോയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു ബോട്ടിൽ വെള്ളമൊക്കെ തരും. അങ്ങനെ അതും മേടിച്ച് നേരെ ഞങ്ങൾ സീറ്റിൽ പോയിരുന്നു. ഫ്രണ്ട് തന്നെ പോയിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നല്ലപോലെ കാണാമല്ലോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിലൊന്നും ഇപ്പോൾ ആളില്ലായിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. താഴെയും മേലെയും എല്ലാ ആൾക്കാരായിരുന്നു. ഇതായിരുന്നു സ്റ്റേജ് വരുന്നത്. വലിയ സ്റ്റേജായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഷോ ഇതാ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഓരോ മിനിറ്റിലും സ്ക്രീനും മൊത്തം മാറി മറിയുകയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്നും ഇവിടുന്നും ഓരോ ലേഡീസും വന്ന് കയറി ഡാൻസ് കളിക്കുക, ഇറങ്ങി പോവുക, വീണ്ടും വരിക. ഇതന്നെയായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഇറങ്ങി വരുന്ന ലേഡീനെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. പിന്നെ ഷോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇവരെ ഡാൻസ് കളിച്ച ഗേൾസിൻ്റെ എല്ലാം കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാമായിരുന്നു. അതിനാണെങ്കിൽ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല. അപ്പം എന്നൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.